എൻ്റെ തലയോട്ടിയിൽ ഒരുപാട് ബേബി ഹെയർസ് വരാൻ കാരണം ഈ ഒരു പാക്കാണ്. മുടി വളരാൻ മാത്രമല്ല വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്തനിങ് എഫക്റ്റും കൂടി ഈ ഒരു പാക്ക് നമുക്ക് തരും ട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പാട് മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കിടക്കുന്നു. അപ്പോൾ ഈ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്ക് ഞാൻ വിചാരിച്ചു പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയ പാക്ക് മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും അത്രയും എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഹെയർ നല്ല സ്മൂത്തനിങ് കണ്ടീഷനിങ് ലുക്കിംഗ് തരുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ നടക്കുന്ന കാണിച്ച് നിങ്ങളെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ അലോവേരനെ അന്വേഷിച്ച് നടന്നതാണ്. നമുക്ക് കണ്ടീഷനിങ് ഏറ്റവും കൂടുതൽ നല്ല എഫക്റ്റീവായി കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേര. ബാക്കി ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിലും ഏറ്റവും നമ്മളെ ഹെയറിന് നല്ലൊരു എന്താ പറയുക മോയ്സ്ചറിങ് കണ്ടന്റ് തരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എലമെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു അലോവേര ജെല്ല്. അത് ഒറിജിനൽ കിട്ടുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ഈ അലോവേര ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവരെ വീട്ടിലേക്ക് നട്ടുപിടിപ്പിച്ചതാണ്. കാരണം എനിക്കറിയാം അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ എന്തായാലും സ്കിന്നും ഹെയറും കെയർ ചെയ്യാണ്ടിരിക്കുകയില്ല. അതായത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് ഇത്രപ്പാട് ഹെയർ ഉണ്ടോ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇടേണ്ട അത്ര ഹെയറൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത്ര മുടിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ മുടി ഇല്ലാത്തവരെ കെയർ ചെയ്യേണ്ടെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ ഉള്ളിൽ നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ നല്ല റിസൾട്ടും ആണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ പോകുമ്പോൾ മുടി ഒന്ന് കണ്ടീഷണറൊന്നും യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ് ഗൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. കാരണം എനിക്ക് എൻ്റെ മുടി ഞാൻ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു പാക്കാട്ടോ അപ്ലൈ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുന്നതിന് മുന്നേ, അതായത് മുടിയിൽ എന്തൊരു പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്നൊരു വെളിച്ചെണ്ണ തൊട്ട് ഒന്ന് തലോടി കൊടുക്കണം കേട്ടോ. അതിനർത്ഥം ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തൊരു പാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പാക്ക് ഇടുമ്പോൾ നമ്മൾ ആ ഒരു തലക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഒരു ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കണം കേട്ടോ. മാത്രമല്ല ഈ ഒരു പാക്ക് ഓവർ ഡ്രൈ ആകാനും പാടില്ല. നമ്മളെ സ്കാൽപ്പ് അതും ദോഷമാണ്. എന്ത് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ദോഷമില്ല. അപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യെങ്കിൽ മാത്രമേ നമുക്ക് ഏത് പാക്ക് ഇട്ടാലും മുടി വളരാനും അതായത് സ്മൂത്തനിങ് ആയിട്ട് നിൽക്കാനും കണ്ടീഷനിങ് ആയിട്ട് നിൽക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ എണ്ണ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക. നെക്സ്റ്റ് നിന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്തത് നമ്മുടെ ഉലുവയാണ്. എൻ്റെ എല്ലാ പാക്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉലുവ. ഞാൻ എന്ത് ഹെയർ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഉലുവ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. കാരണം മുടി നന്നായിട്ട് ഉള്ളു വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. പിന്നെ എടുത്തത് തൈരാണ്. തൈരിനെക്കുറിച്ച് ഞാൻ പറയേണ്ട, അത്രയും നല്ലതാണ് സ്കിന്നിനും നമ്മുടെ ഹെയറിനും നല്ല സ്മൂത്തനിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തൈര്. തൈര് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത്തും കിട്ടും. അതായത് സ്കാൽപ്പ് നല്ല വൃത്തിയാകും, നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ. അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കും കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്ത് നമ്മൾ പറിച്ച് വെച്ച അലോവേര. പിന്നെ ഈ ഒരു പാക്കിൻ്റെ കൂടെ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഇൻഗ്രീഡിയൻ്റ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഈ പാക്കിൽ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. ഹെയർ കണ്ടീഷനിങ് എഫക്റ്റ് മാത്രമല്ല നന്നായി ഗ്രോത്ത് ആകും. അപ്പോൾ എൻ്റെ അനുഭവമാണ്. എനിക്ക് മുന്നിലുള്ള ആ ബേബി ഹെയർസ് ഒക്കെ വന്നത് ഇതുപോലെ നല്ല നല്ല പാക്കും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഒരു മുടി കെയർ ചെയ്തുകൊണ്ടാട്ടോ. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഇങ്ങനത്തെ വീഡിയോസും ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിച്ചു നിർത്തിയിട്ടൊന്നും ബോറാക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്താലോ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഏറ്റവും ഈ പാക്കിൻ്റെ ഭയങ്കര ഹൈലൈറ്റ്. കാരണം എന്ന് വെച്ചാൽ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 4ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തപ്പോൾ എൻ്റെ മുടിക്ക് നന്നായിട്ട് ബേബി ഹെയർസ് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ആ 4ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് സീക്രട്ടായിട്ട് വെച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എൻഡ് വരെ കാണുകയാണെങ്കിൽ ആ സീക്രട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആ ഉലുവ, അതായത് തലേന്ന് കുതിർത്ത് വെച്ച ഈ ഉലുവ മിക്സിയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അലോവേര ജെല്ല്, ചില ആൾ ജെല്ല് മാത്രം വേർതിരിക്കും, ചില ആൾ അതിൻ്റെ മുഴുവനായിട്ട് എടുക്കും കേട്ടോ. ഞാൻ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു ഗ്രോത്ത് പാക്കല്ലേ. എനിക്ക് കട്ടിയുള്ള പാക്കാണ് ഭയങ്കര ഇഷ്ടം. വളരെ നാച്ചുറലായിട്ട്
മുടി കണ്ടീഷനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പാക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് കിട്ടിയതാണ്. കാരണം എൻ്റെ ചെറിയ, അതായത് ഷോർട്ട് ഹെയർ ആണ്, മീഡിയം ഷോർട്ട് ഹെയർ ആണ്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഫംഗ്ഷൻ പോകുന്നുണ്ടെങ്കിൽ മുടി നന്നായി ഡ്രൈ ആയിട്ടാണ് ഞാൻ ഈ പാക്കാണ് യൂസ് ചെയ്യൽ. കാരണം ഷാമ്പു വാഷ് അധികം ചെയ്യുമ്പോൾ എൻ്റെ മുടി നന്നായിട്ട് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് ആഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യും കേട്ടോ. നല്ല എഫക്റ്റീവാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ പാക്ക് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. എൻ്റെ ജെന്യുവിൻ റിസൾട്ടാണ്. ഞാൻ എങ്ങനെ കാണിച്ചിരുന്നു എനിക്കറിയില്ല, കാരണം എനിക്ക് ഒരുപാട് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഷോർട്സിലോ ആഡ് ചെയ്ത് തരാം. അത്രയും റിസൾട്ടാണ് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചതോന്നറിയില്ല, ഞാൻ നേരത്തെ ഉലുവയും അലോവേരയും മാത്രമാണ് അരച്ചത്. അപ്പോൾ ആ ഒരു കളറാണ് നമുക്ക് പരിപ്പ് കറീൻ്റെ അരവ് പോലെ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് തൈര് കൂടി ആഡ് ചെയ്യണം. ഈ തൈര് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ മിക്സിങ് ആകാൻ ചാൻസ് വളരെ കുറവാണ്. ഇതൊരു അടി മിക്സിയിൽ അടിച്ചു കൊടുത്തതാണെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്യുന്നതാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. മറ്റേപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, മിക്സ് ആകും, പക്ഷെ ഒരുപാട് പണിയെടുക്കും. നമുക്ക് വേഗത്തിലെല്ലാം ചെയ്തു തീർക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരല്ലേ. ഇന്ന് ബിസി വേൾഡിൽ എല്ലാം പെട്ടെന്ന് ചെയ്യണം എന്നായിരിക്കുമല്ലോ എല്ലാവരും ആഗ്രഹം. അപ്പം അതിനുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. കൈ കൊണ്ട് മിക്സ് ആക്കുന്നതിനെക്കാട്ട് നല്ലത് ഈ തൈര് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പാക്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ലൊരു എന്താ പറയുക, നല്ല ലൂസായിട്ടുണ്ട് പാക്ക്. നേരത്തെ നമ്മൾ അലോവേരയും ഉലുവയും അരച്ചപ്പോൾ ഭയങ്കര കട്ടിയായിരുന്നു ഉണ്ടായത്. നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു തൈര് കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാക്ക് നല്ല അടിപൊളിയായിട്ട് സ്മൂത്തനിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പാർലറിലൊന്നും പോകേണ്ട, കണ്ടീഷണറിങ് ഒരു കെരാറ്റിൻ എഫക്റ്റ് ഒന്നും കിട്ടാൻ വേണ്ടി പാർലറിലൊന്നും പോകണമെന്നില്ല. നമുക്ക് ഈ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടീഷനിങ് ആയത്, അതായത് കെരാറ്റിൻ പോലെയും ആകും. മാത്രമല്ല ഒരു ഷാമ്പു വാഷിൻ്റെ ലുക്കും കിട്ടും. മാത്രമല്ല നമ്മുടെ മുടിയും ഗ്രോത്ത് ആകും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചേർത്ത ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ കണ്ടായിരിക്കും, വേറെ ഒന്നുമല്ല, നമ്മുടെ റോസ്മേരി ആണ്. അതും ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് റോസ്മേരി ഓയിൽ എസെൻഷ്യൽ ഓയിലാണ്. ഞാൻ എൻ്റെ എല്ലാ പാക്കിലും ഇപ്പോൾ ആഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. ചിലർക്ക് മറന്നു പോകും. ഈ റോസ്മേരീൻ്റെ ലീവ്സും ഒക്കെ ഫേമസ് ആണ്. അപ്പോൾ ഇത് കേട്ടത് മുതൽ ഞാൻ എൻ്റെ ഒരു പാക്കിൽ ഈ റോസ്മേരിയും ഉലുവയും ഒഴിവാക്കാറേ ഇല്ല. കാരണം എനിക്ക് റോസ്മേരീനെ കൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഒരുപാട് ആയിട്ടുണ്ട് ഈ പ്രസവ സമയത്ത്. എനിക്ക് എന്താണെന്നറിയില്ല, നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു. എല്ലാം ഞാൻ വീണ്ടെടുത്തത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നമ്മുടെ റോസ്മേരി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ കേട്ടോ. ഞാൻ 3 ഡ്രോപ്പാറ്റേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത്രയും ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഭയങ്കര ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഓയിലാണ് റോസ്മേരി ഓയിൽ. അപ്പോൾ ഞാൻ നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി ഒന്ന് ചീകി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ തലക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ഒന്ന് ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മുടെ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഒരു ബ്രെയിനൊന്ന് അല്ലെങ്കിൽ നമ്മൾ തലക്കൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനത് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. കാരണം ഞാൻ ബദ്ധപ്പാടിലാണ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ബിസിയായ ടൈമാണ്, കല്യാണവും തിരക്കൊക്കെയാണ്. എന്നാലും ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാട്ടോ വന്നത്. കാരണം അത്രയും ഹെയറും നല്ല രീതിയിൽ ഞാൻ കെയർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ലെങ്ത് ഇല്ലെങ്കിലും നന്നായിട്ട് ഉള്ളുണ്ട്. അത് ഉള്ളു ഞാൻ വരുത്തിച്ചതാണ്. ഇതേപോലെയുള്ള ഓരോരോ പാക്ക് ഉപയോഗിച്ചിട്ട് വരുത്തിച്ചതാണ്. പിന്നെ ഈ ഒരു പാക്കിനൊരു ദോഷമുണ്ട്. നമ്മൾ അതായത് അത് മിക്സ് ചെയ്ത പാട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത പാട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അത് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേറെ ദോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ഉണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്താൽ മതി. വീട്ടിൽ നമ്മൾ കഴിക്കാൻ വാങ്ങിച്ച തൈരായിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹെയറിനായിട്ട് തൈര് വാങ്ങുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും വീട്ടിൽ അമ്മമാർ യൂസ് ചെയ്യാൻ വെച്ച തൈരോടാട്ടോ കളിക്കൽ. അപ്പോൾ നമ്മൾ അത് സൂക്ഷിച്ച് കണ്ട് ചെയ്താൽ നമുക്ക് തൈര് ആഡ് ചെയ്യേണ്ട വരില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതായത് നിങ്ങൾ എന്തെങ്കിലും അപകട കാരണം പാക്ക് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്താൽ മതി. നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെത് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് പോയത് കൊണ്ടാണ് ഇത്ര കട്ടിയായത്. പിന്നെ ഞാൻ എപ്പം പാക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ജാസ്തി ആയിരിക്കും ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, കാക്കി അപ്പിയിട്ട പോലെ അല്ലെ കാക്ക കഷ്ടിച്ചതുപോലെ ഇങ്ങനെ തലയുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് എടുത്താൽ മതി. ഉലുവ ആയാലും അലോവേര ആയാലും, അലോവേര ഒരു ലീഫ് തന്നെ എടുത്തോട്ടോ. കുറച്ച് നല്ല ജെല്ലുള്ളതാണെങ്കിൽ പകുതി മതിയായിരിക്കും. എന്നായാലും നിങ്ങൾ ഹെയറിൻ്റെ ഒരു ലെങ്ത്തും ക്വാണ്ടിറ്റിയും അനുസരിച്ചിട്ട് മാത്രം ഈ പാക്ക് ചെയ്താൽ മതി. എനിക്ക് എപ്പം അധികമായി പോകാറുണ്ട്. പക്ഷെ ഞാൻ അധികമായി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ലെങ്ത്തിലൊക്കെ അപ്ലൈ ചെയ്യും. നമുക്കൊരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടണമല്ലോ.
അപ്പോൾ പാക്ക് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് ഒന്നും വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബിസി ആയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല എഫക്റ്റീവാണ്, നല്ല ഗ്രോത്ത് ഉണ്ടാകും, നല്ല കണ്ടീഷണർ എഫക്റ്റ് ഉണ്ടാവും. ഓൾ ഇൻ വൺ ആണ്. അതായത് നമ്മുടെ എല്ലാ ഹെയർ പ്രശ്നത്തിനും, അതായത് കണ്ടീഷണറും അല്ലെങ്കിൽ എന്താ പറയുക ഗ്രോത്തും ഒക്കെ ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്താൽ കിട്ടും. അപ്പോൾ പാക്ക് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണേ. ബൈ.